126 രാജ്യങ്ങളിൽ സുഗന്ധം പരത്തുന്ന ഒരു മലയാളി. ഉമ്മാൻ്റെ കോന്തലയിൽ നിന്നും പണം മോഷ്ടിച്ച് നാടുവിട്ട 3-ാം ക്ലാസ്സുകാരൻ. UAE-യിലെ ശതകോടീശ്വരന്മാരിൽ പോളണ്ട് മൂസ ഒരത്ഭുതമാണ്. പോളണ്ടിനെക്കുറിച്ച് ഒന്നും പറയരുതെന്ന് ആര് പറഞ്ഞാലും നിർത്താതെ പോളണ്ട് മൂസക്ക പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനും ഒരു കാരണമുണ്ട്. ഒന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ അവനെ കുറച്ച് അടിച്ചതിൻ്റെ പിറ്റേന്ന് നേരെ മൈസൂർക്ക് ഉമ്മാൻ്റെ ഈ തുണിൻ്റെ കൽപ്പാൽപ്പത്തിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് നാട് വിട്ടതാണ് ഞാൻ. 9ാമത്തെ വയസ്സിൽ മൈസൂർക്ക് നാട് വിട്ടതാണ്. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9ാം വയസ്സിൽ നാടുവിട്ടതാണ് അബ്ദുൽ ഖാദർ ഹാജിയുടെ മകൻ മൊയ്തു. ദുബായിലെ വിശാലമായ ഓഫീസിൽ കോട്ടും സ്യൂട്ടുമിട്ട് ശതകോടീശ്വരനായി പോളണ്ട് മൂസയായി മൊയ്തു ഇരിക്കുമ്പോൾ ഒരായുസിന്റെ അധ്വാനമുണ്ട് അതിനു പിന്നിൽ. ഫ്രാഗ്രൻസ് വേൾഡ് എന്ന സുഗന്ധങ്ങളുടെ ലോകത്തെ സുൽത്താനാണ് ഇന്ന് പോളണ്ട് മൂസ. 126 രാജ്യങ്ങളിലേക്ക് പെർഫ്യൂം കയറ്റി അയക്കുന്ന ലോകത്തിലെ ഏക മലയാളി. മാസം 30 ലക്ഷത്തോളം ബോട്ടിൽ പെർഫ്യൂമാണ് പോളണ്ട് മൂസയുടെ ഫ്രാഗ്രൻസ് വേൾഡ് 126 രാജ്യങ്ങളിലായി വിൽക്കുന്നത്. 1000-ഓളം തൊഴിലാളികൾ. ഒരാൾക്ക് 4 ചോയ്സ് ഉണ്ടെങ്കിൽ പിന്നെ 4 ആൾക്ക് 4 ചോയ്സ് ആയിരിക്കും. 4 ആൾക്കും 4 ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ. കാരണം രാവിലെ ജിമ്മിൽ പോകുമ്പോൾ ഒരു പെർഫ്യൂമായിരിക്കും ഉപയോഗിക്കും, ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ വേറൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഡ്രസ്സ് കയറിയിട്ട് ഓഫീസിൽ പോകുമ്പോൾ വേറൊന്നായിരിക്കും, ഓഫീസിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ വേറെ, വീട്ടിൽ നിന്ന് വൈകുന്നേരം ഡിന്നറിന് പോകുമ്പോൾ വേറൊരു പെർഫ്യൂമായിരിക്കും. പലതിലും പല ഇതുമുണ്ട്, ആൾക്കാർ ചോയ്സ് ഉള്ളവരും ഉണ്ട് അതിൽ. ഈ തിരിച്ചറിവും അതിനനുസരിച്ചുള്ള പരീക്ഷണങ്ങളുമാണ് പോളണ്ട് മൂസയെ സുഗന്ധങ്ങളുടെ സുൽത്താനാക്കിയത്. ഫ്രാഗ്രൻസ് വേൾഡിന് കീഴിൽ 8ഓളം ബ്രാൻഡുകളിലായി 4000-ഓളം വൈവിധ്യമാർന്ന പെർഫ്യൂമുകൾ. ഓരോ രാജ്യക്കാരുടെയും ഓരോ വ്യക്തിയുടെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ഫ്രാഗ്രൻസ് വേൾഡ് സുഗന്ധങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. മറ്റാർക്കും എത്തിപ്പെടാനാകാത്ത ഉയരങ്ങളിലേക്ക് ഫ്രാഗ്രൻസ് വേൾഡ് കുതിച്ചു. ഉമ്മാന്റെ കോന്തലയിൽ നിന്നും മോഷ്ടിച്ച നാണയത്തുട്ടുകളുമായി മൈസൂരിലേക്കാണ് 3-ാം ക്ലാസ്സുകാരൻ വണ്ടി കയറിയത്. ഹോട്ടലിൽ എച്ചിലെടുക്കലും പാത്രങ്ങൾ കഴുകലുമായിരുന്നു ജോലി. പക്ഷേ മേശ തുടയ്ക്കാൻ കൈ എത്താത്തതിനാൽ 3-4 ദിവസം കൊണ്ട് ആ ജോലി പോയി. ഹോട്ടൽ ജോലി അന്വേഷിക്കുന്നതിൻ്റെ കാരണമൊന്നുമല്ല, മിനിമം എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടും. അവിടെയുള്ള ചിലപ്പോൾ ബാക്കിയായിരിക്കും കിട്ടുക, ചിലപ്പോൾ പഴയതായിരിക്കും കിട്ടുക, എങ്ങനെയായാലും എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടും. ആ ഒരു ഉദ്ദേശങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഉദ്ദേശത്തിലാണ് ഹോട്ടൽ ജോലി തിരയുന്നതും അത് കാരണമാണ്. അല്ലാതെ വേറെ നമുക്ക് കഴുത്തൊലിയായിട്ട് വേറെ ഒന്നും അറിയില്ല. ഭാഗ്യത്തിനൊരു തലശ്ശേരിക്കാരൻ കട കണ്ടു, മൂപ്പരോട് പറഞ്ഞു ഇങ്ങനെ നാട് വിട്ടു വന്നതാണ്, ഒരു ജോലി തന്നെ. അപ്പോൾ അയാൾ എന്നെ അങ്ങനെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, മോനെ നിനക്ക് എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുക, നിൻ്റെ സൈസ് ഇത്രയല്ലേ ഉള്ളൂ, ആ സൈസിൽ നീ എന്ത് ജോലി ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു എന്ത് ജോലി നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിനൊരു ആത്മധൈര്യം, എന്ത് ജോലിയും ചെയ്യാന്നുള്ളൊരു ആത്മധൈര്യം, സൈസ് പിന്നല്ലേ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു എന്ത് ജോലി ഞാൻ ചെയ്യാം, നിങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇവിടെ ടേബിൾ തുറക്കുന്ന ജോലി ചെയ്തിട്ടുണ്ട്. ടേബിൾ തുറച്ച ജോലി അയാൾ തന്നു. അൺഫോർച്ചുനേറ്റ്ലി ടേബിൾ തുറച്ചപ്പോൾ അതിൽ കംപ്ലീറ്റ് എൻ്റെ കയ്യെ ഒരു ഭാഗത്ത് എത്താത്തത് കാരണം അയാൾ എന്നെ അവിടുന്ന് പറഞ്ഞു നിനക്ക് ഇതിനെ പറ്റില്ല. വിറക് ചുമന്നു പാർക്കിലും പള്ളി വരാന്തയിലും കിടന്നുറങ്ങി. മഞ്ഞപ്പിത്തം ബാധിച്ചതോടെ വീണ്ടും നാട്ടിലേക്ക്. 1977-ലാണ് പണ്ടാരവളപ്പിൽ ഖാദർ ഹാജിയുടെ മകൻ മൊയ്തു ദുബായിലെത്തിയത്. അറബിയുടെ വീട്ടിൽ ജോലിക്ക്. 3.5 വർഷത്തോളം നീണ്ട ജോലിക്ക് ശേഷം ദുബായ് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ വീട്ടുടമ മൊയ്തുവിനെ പോലീസിലെടുക്കാൻ ശുപാർശ ചെയ്തു. ജോലിയിൽ ചേരേണ്ട തലേ ദിവസം പക്ഷേ മറ്റൊരു നിർഭാഗ്യം. എല്ലാം ശരിയായി. നാളെ പോരെ അവൻ്റെ ഇതുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അവനെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി പിന്നെ അവൻ്റെ വലിയ ഓഫീസർക്കിനെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ എൻ്റെ കൈപ്രിൻ്റ് എടുത്തു, പിന്നെ ബ്ലഡ് എടുത്തു, ഷുഗർ എല്ലാം എടുത്തു. എല്ലാം എവറിത്തിങ്സ് വിൽ ബി ഓക്കെ.
ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ വരാൻ പറഞ്ഞു. പിന്നെ വരാൻ വേണ്ടിയിട്ട് പോയി. അവൻ പറയും നാളെ നമുക്ക് പോകണം, നിന്നെ ഒന്ന് വൺസ് അഗൈൻ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് നാളെ പോകാൻ വേണ്ടിയിട്ട് നിന്ന് രാത്രി അവനക്കൊരു ടെലിഫോൺ കോൾ വന്നു. ഇപ്പോൾ പുറപ്പെടണം, ലണ്ടനിലേക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞിട്ട് ബോസിന് ലണ്ടനിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ബോസ് ലണ്ടനിലേക്ക് പോയി. എൻ്റെ പണി അവിടെ ഇങ്ങനെ അവല്ലാതെ പോയാൽ എനിക്കൊരിക്കലും ആ ജോലി കിട്ടൂല. ഡ്രൈവർ പണിയടക്കം പല ജോലികളും പിന്നീട് ചെയ്തു. 1987 തുണിയും സൗന്ദര്യവസ്തുക്കളും പെർഫ്യൂമുമെല്ലാം വിൽക്കുന്ന ചെറിയ ബിസിനസ് തുടങ്ങി. ഇടയ്ക്ക് പോളണ്ടിലേക്കും സാധനങ്ങൾ കൊണ്ടുപോയി. ക്രമേണ പോളണ്ടിലെ കച്ചവടം പൊടി പിടിച്ചു. പോളണ്ടിലേക്ക് പോകാൻ ആളുകൾ മടിച്ചിരുന്ന കാലമായിരുന്നു അത്. അന്ന് പോളണ്ട് പോയിട്ട് ബിസിനസ് ചെയ്ത് നിന്നപ്പോൾ എന്നെ അറിയപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു തന്നു. കാരണം അന്ന് അവിടെ പോയി പോളണ്ട് പോവുക, ബിസിനസ് ചെയ്ത് വരിക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ജീവനെ പേടിയുള്ളവന് പോകില്ല, ചെയ്യില്ല, വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അന്ന് അവിടെ തന്നെ അന്നൊരു CIS കൺട്രീൻ്റെ ഒരു റഷ്യൻ ഒരു ഇതായിരുന്നു അന്നൊക്കെ, ഒരു മാഫിയാസ് ഇതായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു മാഫിയാസ് വരാനുള്ളൊരു സംഭവമായിരുന്നു അന്ന്. കാരണം പോയാൽ ചിലപ്പോൾ പോയ മാതിരി തന്നെ തിരിച്ചു വരുന്നെന്ന് വരില്ല, ചിലപ്പോൾ തിരിച്ച് തീരും വരില്ല. ഇതോടെ പേരു തന്നെ പോളണ്ട് മൂസ എന്നായി. പോളണ്ടിനെ കുറിച്ച് മിണ്ടരുതെന്ന് ആര് പറഞ്ഞാലും മൂസ കേൾക്കില്ല. പോളണ്ടിനെ കുറിച്ച് വാ തോരാതെ പറയും. ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ രാജ്യത്തെ അങ്ങനെ തള്ളിപ്പറയാൻ മൂസയ്ക്ക് കഴിയില്ല. 2004 മുതൽ പെർഫ്യൂം മാത്രമായി കച്ചവടം, ട്രേഡിങ്ങും പ്രൈവറ്റ് ലേബലിംഗുമായി തുടക്കം. 2017 അജ്മാനിൽ സ്വന്തം യൂണിറ്റ് ആരംഭിച്ചു. ഇതോടെ ഫ്രാഗ്രൻസ് വേൾഡ് വിജയത്തിന്റെയും വികസനത്തിന്റെയും അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ആളുകളുടെ ടേസ്റ്റിൽ മാറ്റം വരില്ല. ടേസ്റ്റ് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. ആളുകളുടെ ടേസ്റ്റിന് ആൾക്ക് പറ്റുന്ന ടേസ്റ്റുകൾ നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അത് നിങ്ങൾക്കിഷ്ടം, നിങ്ങൾ ഒരു ആഫ്രിക്കക്കാരനാണെങ്കിൽ ആഫ്രിക്കക്കാരൻ ഇങ്ങനത്തെ ഫ്രാഗ്രൻസാണ് ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്കറിയാം. ഒരു അമേരിക്കൻ ആണെങ്കിൽ അമേരിക്കയിൽ, UK-കാരനാണെങ്കിൽ UK-കാരൻ ഇങ്ങനത്തെ ഫ്രാഗ്രൻസാണ് ഇഷ്ടപ്പെടുന്നുള്ളത് കുറേ 90-80% ഞങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചോയ്സുള്ള ഫ്രാഗ്രൻസാണ് ഞങ്ങൾ എപ്പോഴും അത് ഇത് ചെയ്യാൻ പറ്റും, മാച്ച് ചെയ്യുള്ളൂ. പെർഫ്യൂമുകളെ കുറിച്ച് പഠിക്കാനും കച്ചവടത്തിനുമായി ഈ 3ാം ക്ലാസ്സുകാരൻ 90ഓളം രാജ്യങ്ങളിൽ പോയി. അതിലധികം രാജ്യങ്ങളിൽ ബന്ധങ്ങളുണ്ടാക്കി. ന്യൂയോർക്കിലും ടെക്സസിലുമെല്ലാം സ്വന്തം ഔട്ട്ലെറ്റുകൾ തുടങ്ങി. ഗുണമേന്മയിൽ കടുകിട വിട്ടുവീഴ്ച ചെയ്യാത്തതാണ് വിജയത്തിന്റെ പ്രധാന രഹസ്യം. മറ്റൊന്ന് കഠിനാധ്വാനം. ദിവസം 21 മണിക്കൂർ വരെ ജോലി ചെയ്താണ് ഫ്രാഗ്രൻസ് വേൾഡ് പടുത്തുയർത്തിയത്. എനിക്കൊരു കണ്ടെയ്നർ ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കണ്ടെയ്നർ അറിയില്ലേ, കണ്ടെയ്നർ ലോഡ് ചെയ്യേണ്ട ഒരു വലിയ പെരുന്നാൾ ദിവസമായിരുന്നു. വലിയ പെരുന്നാൾ ഞങ്ങൾക്കന്ന് എക്സ്ട്രാ ജോലിക്കാരെന്ന് വെച്ചാൽ പാകിസ്ഥാനികൾ ഞങ്ങൾ ലോഡ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും പെരുന്നാൾക്ക് ജോലി ചെയ്യൂല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ കണ്ടെയ്നറിൻ്റെ കട്ട് ഓഫാണ്. ഞാൻ തന്നെ ഒരു കണ്ടെയ്നറിന്ന് ഇത് ചെയ്തിട്ട് അൺലോഡ് ചെയ്തിട്ട് മറ്റേക്ക് ലോഡ് ചെയ്ത് ഞാൻ തന്നെ ആ സാധനം കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഞാൻ ഒരു പെരുന്നാൾ ദിവസം ഞാൻ ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭാര്യ ഷെരീഫ, മക്കളായ സലാം, സഫീർ, സാജിറ, മരുമകൻ ലബീബ്. ഫ്രാഗ്രൻസ് വേൾഡിനെ ഇന്ന് നയിക്കുന്നവരിൽ ഇവരെല്ലാവരുമുണ്ട്. പെർഫ്യൂം ഇവാലുവേറ്ററായും പ്രൊഡക്ഷൻ കൺട്രോളറായും ഫിനാൻസ് കൺട്രോളറായുമെല്ലാം ഇവർ നിറഞ്ഞു നിൽക്കുന്നു. ഇവർക്കൊപ്പം തന്നെ 1000ഓളം വരുന്ന തൊഴിലാളികളുടെ കഠിനാധ്വാനവും പ്രാർത്ഥനകളുമുണ്ട്. ബിസിനസ് വിജയിക്കണമെങ്കിൽ സ്വന്തം വഴികളിലൂടെ പോകണം. അതാണ് മൂസയുടെ ജീവിതാനുഭവം. അജ്മാനിൽ വമ്പൻ പുതിയ പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ ഉൽപാദനം 3 ഇരട്ടിയിലധികമാകും. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഫ്രാഗ്രൻസ് വേൾഡിന്റെ സുഗന്ധം പരക്കും. ബന്ധങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന മനുഷ്യ സ്നേഹത്തിന്റെ സുഗന്ധം. പ്രതിസന്ധികൾ അവസരമാക്കി മാറ്റുന്നവരാണ് മലയാളികൾ. അസാധ്യമായി ഒന്നുമില്ലെന്ന് ലോകത്തെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നവർ. അല്ലെങ്കിൽ വധശിക്ഷ കാത്ത് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന മുഹമ്മദ് റഹീമിനെ ഒരുമയോടെ ചേർന്ന് രക്ഷിക്കാൻ ഈ ലോകത്ത് മറ്റാർക്ക് കഴിയും? ഇതായിരുന്നു തുടക്കം. എന്താകും, എവിടെ എത്തുമെന്നറിയാതെ രണ്ടും കൽപ്പിച്ചുള്ള ആരംഭം. ഒരു മനുഷ്യനോട് കുറെ പേർക്ക് തോന്നിയ അനുകമ്പ.
സ്നേഹം, ഒരമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയും സഫലമാക്കാനുള്ള പ്രവാസികളുടെ പരിശ്രമം. ഫണ്ടിൻ്റെ ഫ്ലോ വളരെ കുറവുള്ള സമയത്താണ് ബിരിയാണി ചലഞ്ചിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും. ആ സമയത്ത് ബിരിയാണി ചലഞ്ച് എന്നുള്ള ഒരു ഇത് കൂടി ആലോചിക്കുകയും ബിരിയാണി ചലഞ്ച് പെരുന്നാളിൻ്റെ വെറും 4 ദിവസം മുമ്പ് ആണ് തീരുമാനിക്കുന്നതും ആ ബിരിയാണി ചലഞ്ചിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും റിയാദിലുള്ള പൊതുസമൂഹം മൊത്തം ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ആ സമയത്ത് ഇതിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിരിയാണി ചലഞ്ചിൽ കൂടി ഏകദേശം 52 ലക്ഷം രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞത്. ആകെ കിട്ടിയത് 52 ലക്ഷം രൂപ, വേണ്ടത് 34 കോടി. മുന്നിൽ മരുഭൂമി പോലെ പരന്നു കിടന്ന ശൂന്യത, അകത്ത് ശവാൽ നിലാവ് പോലെ മനുഷ്യത്വം. ക്രമേണ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ സന്ദേശം പടർന്നു. കൊടുങ്കാറ്റിൽ അകപ്പെട്ട കാട്ടുതീ പോലെ വാർത്ത 4 പാടും പടർന്നു. റിയാദ്, ദമാം, ജിദ്ദ, സൗദിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മാത്രമല്ല അതിർത്തികൾക്കപ്പുറത്തും കേരളത്തിലുമെല്ലാമായി ഒരേ മനസ്സോടെ പ്രാർത്ഥനയോടെ മലയാളികൾ ഒന്നിച്ചു. അബ്ദുൾ റഹീം സഹായ നിധിയിലേക്ക് പണം പ്രവഹിച്ചു തുടങ്ങി. എല്ലാ സമയങ്ങളിലും ഈ ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ചതു മുതൽ റഹീം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ബന്ധപ്പെടാറുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവൻ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷവാനാകുകയും ആ സന്തോഷം അവൻ എന്നിലൂടെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്രൗഡ് ഫണ്ടിങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടും റഹീമിൻ്റെ കുടുംബത്തിനും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. സൗദിയിലും കേരളത്തിലുമായി വ്യത്യസ്ത സംഘങ്ങൾ ദൗത്യം ഏറ്റെടുത്തു. ആരും നിർബന്ധിക്കാതെ തന്നെ കൈവൈ മറന്ന് എല്ലാവരും ഒത്തുചേർന്നു. രാഷ്ട്രീയമോ മതമോ മറ്റ് വേർതിരിവുകളോ ആർക്കും ഉണ്ടായില്ല. നാട്ടിലും മറുനാട്ടിലുമായി റഹീമിനു വേണ്ടി ജനം തോളോട് തോൾ ചേർന്നു. ഫണ്ട് റിയാദിൽ എത്തിക്കഴിഞ്ഞാൽ അതുമായി സൗദി അറേബ്യയുടെ നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ മോചനത്തിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അത് ഏകദേശം ഇന്നോ നാളെയോ എല്ലാവരും പറയുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല, മറിച്ച് 1 or 2 ഒരുപക്ഷെ അത് 6 മാസം വരെ നീളാനും ഉള്ള സാധ്യതയുണ്ട്. മറ്റുള്ള ഊഹാപോഹങ്ങളൊക്കെ തന്നെ ഓരോരുത്തർ പ്രചരിപ്പിക്കുന്നതാണ്. 34 കോടി വേണ്ടെടുത്ത് 34,45,46,568 രൂപ. ഇതിൽ 2.5 കോടി രൂപയിലധികം റഹീമിന്റെ കോഴിക്കോട് കോടമ്പുഴയിലുള്ള വീട്ടിൽ നേരിട്ടെത്തിച്ചു. ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയാണ് ക്രൗഡ് ഫണ്ടിങ്ങിന് മുന്നിൽ നിന്നത്. സ്നേഹവും കരുണയുമുള്ള മലയാളികൾ ഒത്തുചേർന്നു. 72ഓളം കൂട്ടായ്മകൾ. ഒന്നും അസാധ്യമല്ലെന്ന് മലയാളികൾ തെളിയിച്ചു. 5 വയസ്സുള്ളൊരു കുട്ടി എന്തോ അവരുടെ സ്വപ്നത്തിന് വേണ്ടി ദിവസേന പൈസ ഇട്ട് വെച്ച ചില്ലറ പൈസകളും നോട്ട് കുടുക്ക പൊട്ടിച്ചിട്ട് തന്നു. അതൊക്കെ മാതൃകയാണ്. അതുപോലെ ഒരു സ്ത്രീ കഴുത്തിലെ താലിയും കുരിശും ഊരി തന്നു. ഞാൻ സഹോദരി താലി വേണ്ട, ഞാൻ ചോദിച്ചു എന്താ താലി? ചിലപ്പോൾ ഈ ഡൈവോഴ്സായിട്ട് ആ വൈരാഗ്യത്തിന് ഇത് ചിലവർ പറിച്ചു കളയേ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനുള്ള വൈരാഗ്യം കൂടി അല്ലല്ല, ഞാൻ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ്, പക്ഷെ ഇത് തരാനാണ്. പക്ഷെ ഓച്ചറിയുള്ള പെൺകുട്ടിയാണ്. ജനങ്ങളുടെ കൂട്ടായ്മയുടെ മുമ്പിൽ, മനുഷ്യ നന്മയുടെ മുമ്പിൽ ഒരു തുകയും വലുതല്ല. ഒരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ മനുഷ്യ നന്മക്ക് കൂട്ടായ്മക്ക് പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ജനങ്ങളാകെ തടിച്ചുകൂടില്ലേ. ഇതുമായി പല നിലയിൽ എല്ലാവരും പങ്കുവച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് സാധ്യമാകുന്ന നിലയിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകതയാണ്. ദ റിയൽ കേരള സ്റ്റോറി ഇതാണ്. എല്ലാവർക്കും നന്ദി. എനിക്ക് നിങ്ങൾ സഹായിച്ചതിനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. എല്ലാവരോടും നന്ദി. അസ്സലാമലൈക്കും. മകൻ വന്നിട്ട് കണ്ടാൽ മതി അല്ലേ? കാണട്ടെ, എത്രയും പെട്ടെന്ന് എത്തി വരട്ടെ, കാണട്ടെ. എന്നിട്ട് ഓന് വന്നിട്ട് നിങ്ങളൊക്കെ വേണ്ടി നിങ്ങൾക്ക് നന്ദി പറയാനും ഓന് ഞാനും. 2006 ഡിസംബറിലാണ് MP അബ്ദുൾ റഹീമിന് വധശിക്ഷ ലഭിക്കുന്ന സംഭവം നടക്കുന്നത്. റഹീം സൗദിയിലെത്തിയതിന്റെ 28ാം ദിവസം സ്വദേശി പൗരനായ ഫായിസ് അബ്ദുറഹ്മാന്റെ കഴുത്തിനു താഴെ ശരീരം തളർന്ന മകൻ അനസിനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ ജോലി. വാഹനത്തിൽ ഷോപ്പിംഗ് മാളിലേക്ക് അനസിനെയും കൊണ്ടുപോകുമ്പോൾ റെഡ് സിഗ്നൽ ലംഘിക്കാൻ അനസ് ആവശ്യപ്പെട്ടു. ഇതനുസരിക്കാതെ വന്നപ്പോൾ റഹീമിന്റെ മുഖത്ത് ആവർത്തിച്ചു തുപ്പി. തടയാൻ ശ്രമിക്കുന്നതിനിടെ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന ഉപകരണത്തിൽ കൈ തട്ടുകയും അനസ് അബോധാവസ്ഥയിലേക്ക് പോയി പിന്നീട് മരിക്കുകയുമായിരുന്നു. പിടിക്കപ്പെട്ട് ജയിലിലാകുമ്പോൾ മുഹമ്മദ് റഹീമിന് പ്രായം 26 വയസ്സ്. അന്നു മുതൽ 18 വർഷം ജയിലിൽ. ഈ കേസുകളിലൊക്കെ ഡെത്ത് പെനാൽറ്റി വിധിച്ചതാണ് കോടതി. എന്നിരുന്നാലും സൗദി അറേബ്യയിലെ നിയമത്തിനുള്ള ഒരു പഴുതാണ് ദിയ എന്നുള്ളത്. അതാണ് നമ്മൾ ഡെത്ത് കോമ്പൻസേഷൻ കൊടുത്തിട്ട്
നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത്. അതാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശിക്ഷയും ശിക്ഷാ ഇളവും നൽകുന്നത് സൗദി കോടതികളും സൗദിയിലെ തന്നെ നിയമവുമാണ്. അതാണ് ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ കരുത്തും കരുതലും. 18 വർഷമാണ് റഹീം സൗദിയിലെ ജയിലിൽ കഴിഞ്ഞത്. മരണപ്പെട്ട അനസിന്റെ ഇളയ സഹോദരൻ പ്രായപൂർത്തിയാകുന്നതുവരെയുള്ള കാത്തിരിപ്പ്, പിന്നീട് ആ കുട്ടിയുടെ കൂടി അഭിപ്രായം തേടൽ. ഇതിനെല്ലാം ശേഷമാണ് ബ്ലഡ് മണി അഥവാ ദിയ ധനം സ്വീകരിച്ച് റഹീമിനെ മോചിപ്പിക്കാൻ ധാരണയായത് കഴിഞ്ഞ നവംബറിൽ. നിലവിൽ അവരുടെ കുടുംബം ദിയ വാങ്ങിച്ചാണ് അവരുടെ മാപ്പ് അപേക്ഷ കോടതിയിൽ നൽകിയത്. ആ അപേക്ഷയുടെ മേൽ ഇനി കോടതി വിധി പറയുകയും അത് മോചന വിധിയായിട്ട് കോടതി ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് റഹീമിന് പുറത്തേക്ക് വരാനുള്ള അവസരമുണ്ടാവുക. നാടും പ്രവാസ ലോകവും കൈകോർത്ത് കൊണ്ട് നടത്തിയ വലിയ പരിശ്രമം അവസാനം അഭിമാനകരമായ വിജയത്തിലാണ് കലാശിച്ചത്. മലയാളി സമൂഹത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു വലിയ കൂട്ടായ പരിശ്രമമാണ് ഈ വിഷയത്തിൽ നടന്നത്. കേരളത്തിൽ സ്വരൂപിച്ച പണം വിദേശകാര്യ മന്ത്രാലയം വഴി സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ എത്തണം. പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ചെക്ക് അനസിന്റെ കുടുംബത്തിന് കൈമാറാൻ തയ്യാറാണെന്ന് അറിയിക്കണം. പണം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവർ കോടതിയെ തിരിച്ചും അറിയിക്കണം. ഇനിയും ശേഷിക്കുന്നുണ്ട് നിയമപരമായ ഇത്തരം നടപടിക്രമങ്ങൾ. റിയാദ് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഒരു ഇക്രാർ സുൽഹ് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് 2 ലോയേഴ്സും കൂടി പോയിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ആ ഇക്രാർ സുൽഹ് നേരെ കോടതിയിലേക്ക് പോവുകയും കോടതി ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ആ ചെക്ക് റിസീവ് ചെയ്യാനുള്ള പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ആ പേയ്മെൻറ്റ് റിസീവ് ചെയ്തതിനു ശേഷം തിരിച്ച് പിന്നെയും ആ പ്രോസസ്സ് കോടതിയിലേക്ക് തന്നെ പോവുകയും കോടതിയിൽ നിന്ന് റിലീസ് ഓർഡർ ഇഷ്യൂ ആവുകയും ചെയ്യും. അബ്ദുറഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ 2 വർഷമായിട്ട് നമ്മൾ റിയാദ് പൊതുസമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഈ രാജ്യത്തെ നിയമങ്ങളെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നത്. ഇന്ത്യൻ ബാങ്കിലുള്ള അക്കൗണ്ടിലുള്ള പൈസ ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് വരണം. അപ്പോൾ ഇതിനകത്ത് വ്യക്തികളല്ല ഈ ഫണ്ട് കൈമാറുക, ഇന്ത്യൻ എംബസിയാണ് സൗദി കോടതിയിലേക്ക് ഈ തുക കൈമാറുക. ആ തുക അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് റഹീമിൻ്റെ മോചനം സാധ്യമാവുക. റഹീം സൗദിയിൽ ഇറങ്ങില്ല, നേരെ ഇവിടെ നിന്ന് നാട്ടിലായിരിക്കും എത്തുക. നല്ല വാക്കുകളും നന്ദിയും ആർക്കും പറഞ്ഞാൽ തീരില്ല. മലയാളികൾക്ക് മുന്നിൽ ഒരു മഹാമേരുവുമില്ലെന്ന് അവർ തെളിയിച്ചു. ജയിലിൽ നിന്നും പുറത്തിറങ്ങി നേരെ വിമാനത്താവളത്തിലേക്കാകും റഹീം പോകുക. 18 വർഷം മുൻപ് പറന്നുപോയ കരിപ്പൂരിലെത്തി അവിടെ നിന്നും വീട്ടിലേക്ക്, ഉമ്മയുടെ സ്നേഹത്തണലിലേക്ക്. മലയാളികൾക്ക് നിറഞ്ഞ മനസ്സോടെ അഭിമാനിക്കാം. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മരുഭൂമിയിൽ നിന്നും മഴഭൂമിയായി മാറുകയാണ് ഗൾഫ്. കള്ളക്കർക്കിടകം പോലെ തിരിമുറിയാതെ പെയ്യുന്ന പെരുമഴ, ഒരൊറ്റ പെയ്ത്തിൽ നിറഞ്ഞു പോകുന്ന നഗരങ്ങൾ. മഴക്കാഴ്ചകൾ മാത്രമല്ല, കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പേടിപ്പെടുത്തുന്ന കാഴ്ചകളും ഓർമ്മപ്പെടുത്തലുമാണ് ഇപ്പോൾ ഗൾഫ് നൽകുന്നത്. 2018 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യം. പെരുമഴയ്ക്ക് ശേഷം ഷാർജ അൽമജാസിലെ കാഴ്ച. മരുഭൂമിയിലെ പെരുമഴയുടെ ബാക്കി പത്രം. 75 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇങ്ങനെയൊരു പെരുമഴയ്ക്ക് UAE സാക്ഷിയായിട്ടില്ല. ഒഴുകിപ്പോയ ആയിരക്കണക്കിന് വാഹനങ്ങൾ, വെള്ളത്തിൽ മുങ്ങിയ വാഹനങ്ങൾ, വൻകിട ഷോപ്പിംഗ് മാളുകളിലേക്ക് ഇരച്ചെത്തിയ മഴവെള്ളം. ദുബായ് മെട്രോയും വിമാനത്താവളവും ഒന്നിലധികം ദിവസങ്ങളിൽ നിശ്ചലമാകുന്നത് ഇതാദ്യം. റോഡുകൾ തകർന്നും താമസ കേന്ദ്രങ്ങളിൽ വെള്ളമെത്തിയുമുള്ള ദുരിതങ്ങൾ വേറെ. ഇത് 2016 ഇതേപോലത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. 2016 എൽനിനോ എന്ന് പറയുന്ന സിസ്റ്റം ആക്റ്റീവായിരുന്നു. ഇപ്പോഴും ഈ സിസ്റ്റം ന്യൂട്രലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം കാലാവസ്ഥയിൽ ഭയങ്കര മാറ്റങ്ങൾ, മഴയൊക്കെ വളരെ കുറവാണ്. കാരണം അത് എൽനിനോ വന്നതുകൊണ്ടാണ്. പക്ഷേ എൽനിനോൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് എഫക്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൽനിനോ വന്നതുകൊണ്ട് കുറച്ചുകൂടെ മഴ നമുക്ക് ഈ വർഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 2016 ഇതേ സെയിം എഫക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ മഴ ഉണ്ടായിരുന്നു 2016 വർഷം. വിൻ്ററിലും സ്പ്രിങ്ങിലൊക്കെ ആയിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു UAE.
പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു തീവ്രത രീതിയിലാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. UAE-യിലെ ദുരന്തത്തെക്കാൾ ഭീകരമായിരുന്നു ഒമാനിലെ മഴയും വെള്ളപ്പൊക്കവും. 10 കുട്ടികളടക്കം 20-ലധികം പേരുടെ ജീവനെടുത്ത മഴക്കലി. ജലനിരപ്പ് ഉയർന്നപ്പോൾ സ്കൂളിനേക്കാൾ സുരക്ഷിതം വീടാണെന്നു കരുതി വാഹനത്തിൽ ഇറങ്ങി പുറപ്പെട്ടവരായിരുന്നു കുട്ടികൾ. ബുദൈബി ഗ്രാമത്തിലെ അൽഹവാരി സ്കൂളിൽ പഠിച്ചിരുന്ന 10-നും 15-നും ഇടയിൽ പ്രായമുള്ളവർ. വാഹനമൊലിച്ചുപോയുണ്ടായ അപകടത്തിൽ 10 കുട്ടികൾ ആ നാടിന്റെ നെഞ്ചുപിളരും നൊമ്പരമായി. മഴയിൽ മണ്ണിടിഞ്ഞു വീണ് പത്തനംതിട്ട കടമ്പനാട് സ്വദേശി സുനിൽകുമാറിനും ജീവൻ നഷ്ടമായി. കൊടുങ്കാറ്റ് പോലെ ഇരമ്പിയെത്തിയ മഴവെള്ളം ഞൊടിയിടയിലാണ് മഹാദുരന്തം വിതച്ചത്. ഞങ്ങൾ 3 പേരായിരുന്നു ആ ഗേറ്റ് അടയ്ക്കാനായിട്ട് പോയത്. ഗേറ്റ് അടയ്ക്കാൻ പോയ സമയത്താണ് മതിൽ വെള്ളവുമായിട്ട് ഇടിച്ച് നേരെ ഞങ്ങളുടെ ദേഹത്തോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ മുമ്പിൽ നിന്ന ഒരു സുഹൃത്താണ് താഴോട്ട് വീഴുമ്പോഴത്തേക്ക് അവൻ്റെ കൈക്ക് പിടിച്ചാണ് ഞാൻ അവനെ വലിച്ചെടുത്ത് അവനെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് തന്നെ എന്നെയും അവനെയുമായിട്ട് വെള്ളം വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിന് മല്ലിട്ട് പോരാടി ആ കാണുന്ന മതിലിലാണ് കയറി ഇതിന് രക്ഷപ്പെട്ടത്. എൻ്റെ കൂടെ ഇരുന്ന സുഹൃത്ത് ഒരു വണ്ടിയുടെ പുറത്ത് കയറിയാണ് അവിടം വരെ വന്നത്. എൻ്റെ കൂടെ നിന്ന് സ്വന്തം എൻ്റെ ചേട്ടനെ പോലെ നോക്കുന്ന ആളാണ് ആ മതിലിൽ അവൻ്റെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടത്. അത് പൊളിച്ചിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഇയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. കുറേ സമയം അതിനകത്ത് തൂങ്ങി പിടിച്ച് നിന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചെറിയ കൈ കൊണ്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ഹോളാക്കി. അതിനുശേഷം പ്രദീപ് ചേട്ടൻ ഇതിലേ കയറി അതിലേ വന്നു. എന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തിയത്. കണക്കില്ലാത്ത നാശനഷ്ടം വിതച്ചാണ് പെരുമഴ UAE-യിലും ഒമാനിലും സംഹാര താണ്ഡവമാടിയത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും കരകയറാൻ കഴിയാത്ത മഴ ദുരിതം. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം. വിമാനത്താവളങ്ങൾ നിശ്ചലമായി. ദുബായിൽ നിന്ന് മാത്രം 1200-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ഇതിങ്ങനെ വണ്ടി ബ്ലോക്കായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇത്ര വണ്ടികളും ബ്ലോക്കും റോഡ് ഇതിന് മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. 33 വർഷത്തിനുള്ളിൽ കണ്ടിട്ടേ ഇല്ല. ഇത് ഞാൻ മെട്രോന്റെ ബ്രിഡ്ജ് വഴി താഴെ വന്നത്. പക്ഷേ ആക്ച്വലി ഇവിടെ മഴ പെയ്യാറില്ലല്ലോ. പെയ്തപ്പം ഭയങ്കര വെള്ളം ഫ്ലഡായി. ഇവിടെ മൊത്തം വെള്ളത്തിൽ കയറി. ഇവിടെ എത്തിയപ്പോൾ പിന്നെ വെള്ളം മൊത്തം വെള്ളമായിരുന്നു. പിന്നെ ബാക്കിലൂടെയൊക്കെ പോയി ആ മണൽ വഴിയെല്ലാം കയറിയിട്ടാണ് വന്നത്. ഏറ്റവും കുറഞ്ഞ മഴയുള്ള മേഖലയിൽ നിന്നും വർഷാവർഷം കൂടുതൽ മഴ ലഭിക്കുന്ന മേഖലയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ മാറുകയാണെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞയിടെ സൗദിയിലും ഇപ്പോൾ ഒമാനിലും UAE-യിലുമുണ്ടായ പേമാരിയും വെള്ളപ്പൊക്കവും. കാലാവസ്ഥാ വ്യതിയാനമെന്നും ആഗോള താപനമെന്നും കേൾക്കുമ്പോൾ ക്ലീഷേ വാക്കെന്ന് പറഞ്ഞ് മുഖം തിരിക്കുന്ന നമുക്കുമുണ്ട് ഈ ദുരന്തത്തിൽ നിന്നും പലതും പഠിക്കാൻ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ്. പല സ്ഥലത്തും ലോകത്തിലെ പല ഭാഗങ്ങളിലും കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഒമാനിൽ വേനൽക്കാലം തുടങ്ങേണ്ട സമയമാണ്. ഇവിടെ വേനൽക്കാലമല്ല, നല്ല മഴക്കാലമാണ്. നാട്ടിൽ മഴക്കാലത്ത് പോലും നല്ല ചൂട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഇതിൻ്റെ ഒരു മൂലകാരണമാണ്. അപ്പോൾ ഇതുപോലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം നമ്മൾ മനുഷ്യർ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെള്ളം വേഗത്തിൽ വലിച്ചെടുക്കാത്ത ഭൂപ്രകൃതിയും വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതും ഒറ്റപ്പെയ്ത്തിന് നഗരത്തെ ജലാശയം പോലെയാക്കി. കടലിലെ താപനില ഉയരുന്നത് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഇനിയും ആവർത്തിക്കാൻ വഴിയൊരുക്കും. എൽനിനോ സിസ്റ്റം എന്ന് പറയുന്നത് സീ സർഫേസ് ടെമ്പറേച്ചർ കൂട്ടുന്നൊരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷമാണ് അത് ആക്റ്റീവായത്. എൽനിനോ എന്ന് പറയുന്ന സിസ്റ്റം ആക്റ്റീവായത് ഈ വർഷമാണ്. അതുകൊണ്ടാണ് ഈ വർഷം കൂടുതൽ മഴ സാധ്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സെയിം എൽനിനോ ആക്റ്റീവായിരുന്നത് 2016-ലാണ്. അപ്പോഴും എമിറേറ്റ്സിൽ കൂടുതൽ മഴ ഉണ്ടായിരുന്നു. വർഷം 140 മുതൽ 200 മില്ലിമീറ്റർ വരെ മാത്രം മഴ ലഭിക്കുന്ന രാജ്യമാണ് UAE. എന്നാൽ UAE-യിലും ഒമാനിലും ഈ കണക്കുകളെല്ലാം ഇപ്പോൾ തകിടം മറിയുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 250-ലധികം മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട് ഇപ്പോൾ ഈ രാജ്യങ്ങളിൽ. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ ഇത് ഭൂമിയുടെ ജലനിരപ്പിനെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള മഴകൾ ഈ രാജ്യത്തിൻ്റെ ജലസമ്പത്തിനെ ഒന്ന് പുഷ്ടിപ്പെടുത്താനും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റുമെന്ന് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കും. ഒരു പെരുമഴയിൽ ഒന്നും തീരുന്നില്ല. ഇനിയും ഉണ്ടാകും എൽനിനോയും അത്യപൂർവ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും. തുള്ളി തോരാത്ത പെരുമഴയും ഉണ്ടാകും. ഇതിനുള്ള ജാഗ്രതയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങളിലെ സമഗ്ര പരിഷ്കാരം.
പുതിയ നിർമ്മാണ രീതികൾ. കാലവും കാലാവസ്ഥയും മാറുമ്പോൾ മരുഭൂമി മഴഭൂമിയായി മാറാം. മണൽക്കാടിന് പകരം മരങ്ങൾ നിറഞ്ഞ കാടും കൃഷിയിടങ്ങളുമുള്ള പുതിയ ഒരു ഭൂപ്രദേശം. അറബ് രാജ്യങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും അറേബ്യൻ സ്റ്റോറീസ് അടുത്ത ആഴ്ച ഇതേ സമയം. നമസ്കാരം.